ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയും അതുപോലെ അതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെസ്വാൻ ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 കോഴിമുട്ട, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി ചിക്കൻ മസാലയാണ്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവും, അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പൊറാട്ട അതിൻ്റെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെ ഞാൻ എടുത്തിട്ടുള്ള 1 കിലോ മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിൻ്റെ മിക്സിങ് കറക്റ്റ് ആവണം. അപ്പോൾ ഈ പഞ്ചസാര ഉപ്പും എല്ലായിടത്തും എത്തുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് കോഴിമുട്ട 1 അതുപോലെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഇതിൽ ഓയിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ 15 മിനിറ്റ് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുഴക്കുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് സോഫ്റ്റായിട്ട് പൊറാട്ട കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ബൗളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി. പലർക്കും പൊറാട്ട ശരിയാവാത്തത് ഇതിൻ്റെ മിക്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയെടുത്ത് അതൊന്ന് നനച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല ഫുള്ള് വേവിൽ തന്നെ കിട്ടണം. കാരണം നമ്മൾ കറിയിൽ വേവിക്കുന്നില്ല, ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിനി പൊറോട്ട മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ബോൾസ് ആയിട്ട് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഫുൾ റൗണ്ട് ആക്കിയിട്ട് തന്നെ വെക്കണം. ഇതൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. നമ്മൾ ഉള്ളിലോട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ ആക്കി പിരിച്ച് വെക്കാം. അപ്പം നമ്മളെല്ലാ ബോൾസും ആക്കിയിട്ട് വീണ്ടും നമ്മൾ നനഞ്ഞ ക്ലോത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മളൊരു 20 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഉള്ളി വലിയ സൈസാക്കി കട്ട് ചെയ്തതാണ്, സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതേപോലെ 1 ക്യാപ്സിക്കം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ 1/2 ഉള്ളി, ഞാനിവിടെ 1/2 ഉള്ളിയാണ്, ഒരു വലിയ ഉള്ളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്തത്. ഞാൻ നേരത്തെ മസാലയിലേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഞാൻ ചേർത്ത് കൊടുത്താണ്. എപ്പോഴും നമ്മൾ ഇതിലേക്ക്
ചെറുതായിട്ട് കഷ്ണം വെട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇത് നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടൊമാറ്റോ ഞാൻ അടിച്ചെടുത്തതാണ്, അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വറ്റൽമുളകില്ലേ, അതൊരു 4 എണ്ണം എടുത്ത് സുർക്കയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗറിൽ അടിച്ചെടുത്തതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലധികം സോസുകൾ ചേർക്കുന്നില്ല, അധികം എമൗണ്ട് ചേർക്കുന്നില്ല, അതിനൊരു മധുരമായിരിക്കും. അപ്പോൾ അത് കാരണം അധികം ചേർത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. ഒപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരിളം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. അത് 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയതാണ്. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം എമൗണ്ട് ഓഫ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2-3 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീശാൻ അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ വീശുന്ന അതെങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ടൈപ്പ് കാണിച്ചത് ഇതുപോലെയാണ്. ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തു, പരത്തിയിട്ട്. എന്നിട്ട് പിന്നെ അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് പൊറോട്ടൻ്റെ ലെയർ ഇതുപോലെ കിട്ടും. അപ്പം നല്ല നൈസിൽ പരത്തിയെടുത്തിട്ട് ചെയ്തതാണ് ഞാൻ. എന്നിട്ട് ഇതുപോലെ വീശി ലാസ്റ്റ് ഭാഗം അടിയിലോട്ട് മടക്കി വെക്കുക. അപ്പം ഇതുപോലെയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ സിഗ്സാക്കായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വലിച്ച് നമ്മൾ ഇതുപോലെ വീണ്ടും റോൾ ചെയ്തെടുക്കുക. എപ്പോഴും റോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിച്ച് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ അടിയിലോട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി വീശുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് പരത്തിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് അറിയാത്തവർക്ക് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് ഇടത്തെ കൈയിലോട്ട് ഇട്ട് കൊടുക്കുക, വലത്തെ കൈ ഇതുപോലെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ട് വന്ന് അടിക്കുക. വീണ്ടും ഈ കൈ ഇതുപോലെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക, വീണ്ടും അടിക്കുക. വീണ്ടും കൈ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക, വീണ്ടും ഇതുപോലെ വീശി കൊടുക്കുക. വീണ്ടും കൈ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക, വീണ്ടും വീശി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീശിയെടുക്കാൻ പറ്റും. ഇനി ഇതേപോലെ ഞാൻ പരത്തിയെടുത്തത് കൈ കൊണ്ട് ജസ്റ്റ് പരത്തിയെടുത്തതാണ്. ഇങ്ങനെ റോളറിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റോളർ വെച്ച് പരത്തിയെടുക്കാം. ഇനി അടുത്ത മെത്തേഡ് വെറുതെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടേ ഉള്ളൂ. വെറുതെ പരത്തി രണ്ടാക്കി കട്ട് ചെയ്ത് വെറുതെ ഇതുപോലെ റോൾ ചെയ്ത് അടിയിലോട്ട് മടക്കി വെച്ച് കൊടുക്കുക. മുകളിൽ ഓയിലും പുരട്ടി കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് വീണ്ടും വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ ഓരോ റോൾ എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് അതിലോട്ട് നമ്മൾ പാം ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാം ഓയിൽ വെച്ച് ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക. അപ്പം നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പരത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ ചുട്ടെടുക്കുമ്പോഴും നമ്മൾ ഓയിൽ കൂട്ടുന്നുണ്ട്. വേറെ എവിടെയും നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല.
അപ്പോൾ അതേപോലെ പരത്തുന്ന സമയത്ത് ഓയിൽ ഒന്നാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാവ് ആക്കുമ്പോഴൊന്നും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വെറും പരത്താൻ മാത്രം നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാം ഓയിലാണ് ഏറ്റവും നല്ലത് പൊറാട്ട ഉണ്ടാക്കണം. അപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇവിടെ പൊറാട്ട നല്ല ലെയറായിട്ട് നല്ല പൊറാട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മാവ് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പൊറാട്ട തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പൊറാട്ട നല്ല ടേസ്റ്റോടുകൂടെ ചൂടോടുകൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.